ദോശ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് ആ കടയിലിരുന്ന് ചൂടോടെ കഴിക്കണം. ഓ, വീട്ടിൽ പോയപ്പോ ഞങ്ങളെയും കൂടി വിളിക്കാൻ ഞാൻ വന്നേനെ. നിങ്ങൾ ഉറക്കമല്ലായിരുന്നാ? അതല്ലേ പിണക്കമില്ലായിരുന്നല്ലേ? ആരടുത്ത് പിണങ്ങിയെന്ന്? എപ്പോൾ പിണങ്ങിയെന്ന്? പിണക്കമെന്ന് പറഞ്ഞൊരു വാക്ക് വീട്ടിൽ മിണ്ടരുത് കേട്ടാ മുത്തേ. ആ ഓ, അതന്നെ അല്ലേലും അങ്ങനെ. നമ്മളിപ്പോൾ പുറത്ത് ഓരോ അച്ഛനമ്മമാർക്കും മക്കൾ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. ഇവിടെ ഉണ്ട് 2 എണ്ണം. മക്കളെയും വേണ്ട, ആരെയും വേണ്ട, പരസ്പരം ഉണ്ടോ മതി. നീ കല്യാണം കഴിഞ്ഞ് അവള് പൊടി തട്ടി അങ്ങ് പോകും. എനിക്ക് ആ മനുഷ്യനെ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അറ്റ്ലീസ്റ്റ് എന്റെ ഇഷ്ടത്തിന് എനിക്ക് നെയ് റോസ്റ്റെങ്കിലും വാങ്ങായിരുന്നു. എവിടെ അതും ഭാര്യയുടെ ഇഷ്ടത്തിന്. എടി, ഈ കണ്ട നാളെ അത്രയും നിനക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ മേടിച്ചോണ്ട് വന്നേ. എൻ്റെ തങ്കത്തിന് ഇഷ്ടമുള്ളത് എപ്പോഴാണ്? വല്ലപ്പോഴും ഒന്ന് മേടിച്ചു കൊടുത്താലായി. വല്ലപ്പോഴും വഴക്കിടുമ്പോ ബലമായ ഡൗട്ടാകുമ്പോ മസാല ദോശക്ക് കൊതി വരുമ്പോഴാണ് വഴക്കിടണേന്നാണ്. കാര്യം പിറ്റേ ദിവസം കിട്ടുമല്ലോ മസാല ദോശ. ആരിവിടെ വഴക്കിട്ടതിന്? കാര്യം പറയണതല്ലേ? വഴക്കുന്ന പറയണത് എല്ലാവരും. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം പറയണത്? ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യം പറയും. എന്റെ പൊന്നു, നിങ്ങളെ പോലെ 2 പേര് നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ ഒരുമിച്ചത്? പണ്ട് ഭയങ്കര പ്രേമമൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ എങ്ങനെ? അങ്ങനെ പ്രേമമൊന്നും പറയാക്കൂല. ഡാഡി സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര പ്രമുഖനായിരുന്നു. പാർട്ടിയും പ്രവർത്തനവും. അന്ന് എൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് നിന്റെ അമ്മ. എങ്ങനെ? എന്ത് പ്രസംഗം? പിന്നെ എൻ്റെ പ്രസംഗം കേട്ടല്ലേടി നീ? മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല. നീ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് നോക്കും, സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ വരാന്തേലും നോക്കും, എന്നിട്ട് പ്രസംഗം. അതെന്താണെന്നറിയാമോ? ഇവൻ്റെ അപ്പുറത്ത് വേറൊരു ചെറുക്കുണ്ടല്ലോ, വായി നോക്കി അവ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറയും എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളാണല്ലോ, അപ്പോൾ പെങ്ങളെ നോക്കുക, വേറെ ആരും ഉപദ്രവിക്കാതെ നോക്കുക എന്നുള്ള. കൂട്ടുകാരൻ്റെ പെങ്ങൾക്ക് എന്തിനാ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് നാരങ്ങ മുട്ടായി തന്നത്? കൈ തന്നില്ലെങ്കിൽ ഏതെങ്കിലും പൊത്തിലൊക്കെ വെച്ചിട്ട് പോകും. ഇവക്ക് നാരങ്ങ മുട്ടായി ഭയങ്കര ഇഷ്ടമാണെന്ന് കനകമാമ എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, ഇവരാരും വാങ്ങിച്ചു കൊടുക്കൂല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, വാങ്ങിച്ചോണ്ട് എവളുടെ കൈ കൊടുക്കാന്ന് വെച്ചാൽ എവളുടെ കൂടെ എപ്പോഴും ഒരു 2-3 കൂട്ടുകാരികളുണ്ട്, അഴുക്കുകൾ, ഭയങ്കര തീറ്റിയാണ്. അപ്പം മുട്ടായി കൊടുത്താൽ ഇവക്ക് കിട്ടില്ല, അവൾ മരു തിന്നും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഡാഡി പതുക്കെ മുട്ടായി കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ക്ലീറ്റോ ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ ഞാൻ ഒളിച്ചോടാന്ന് പറഞ്ഞപ്പോ തന്നെ ഇറങ്ങി പോകുന്നത് ക്ലീറ്റോ? അതാണ്. അതെന്താ? എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങള് വേറെ എവൻ്റെങ്കിലും കൂടെ പോയി കഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു സഹായം ചെയ്തതാണ്. അതുകൊണ്ട് കൂട്ടുകാരൻ്റെ കൂടെ എന്ത് സ്നേഹം. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ കഷ്ടപ്പെടുന്നതും ഇല്ല. എന്ത് കുഴപ്പമൊന്നുമില്ലേ? എന്ത് കുഴപ്പം? ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു. പ്രശ്നങ്ങളുടെ ഉണ്ടാവും വിചാരിച്ചിട്ട്. ഈ വീട്ടില് ഇച്ചിരി പൈസക്ക് കുറവേ ഉള്ളൂ, സ്നേഹത്തിന് ഒരു കുറവുമില്ല. പൈസക്ക് എന്താ കുഴപ്പം? നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണില്ലേ? ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലിക്ക് പോകണം. അധികം പൈസ ഇല്ലായിരിക്കണ നമുക്ക് മനസ്സമാധാനം ഉണ്ടല്ലോ. കഴിക്കും വെച്ചോണ്ടിരിക്കാതെ എടുത്ത് കഴിക്കും.